ഹലോ, അശ്വതി അനന്തൂസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട് നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള എല്ലാവർക്കും അവരവരുടെ നാട്ടിലെ ഉത്സവം വരുമ്പോൾ ഒരു പ്രത്യേക എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം വന്നപ്പോൾ ഞാനും മോളും അങ്ങനെ നമ്മുടെ മോനും താഴെപ്പൊലിയും അമ്പാടിക്കുട്ടനും ഉരുൾ നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ ദച്ചൂസിൻ്റെ കല്ലു ചേച്ചി അവൾക്ക് മെഹന്തി 2 കയ്യിൽ നിറച്ചും മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കല്ലു ചേച്ചിയുടെ അമ്മയാണ് കേട്ടോ നമുക്ക് ഡ്രസ്സൊക്കെ തയ്ച്ചു തരുന്നത്. അങ്ങനെ തലേന്ന് കൊടുത്ത ഡ്രസ്സായിരുന്നു. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. റെഡിമെയ്ഡ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അങ്ങനെയാണ് മെറ്റീരിയൽ കിട്ടിയത്. അങ്ങനെ തലേന്ന് കൊണ്ടുകൊടുത്തതായിരുന്നു എനിക്കും. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഒരു 3 മണിയോടുകൂടി ഞങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ എത്തിയിട്ടോ. അവിടെ നിന്നാണ് ഞങ്ങൾ ഘോഷയാത്ര ആരംഭിക്കുന്നത്. അമ്പാടിക്കുട്ടന് ഉരുൾ നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇത് കാണുന്നത്. സംഭവം എന്താണെന്ന് അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടന്മാരെയൊക്കെ കയ്യിലും നെറ്റിയിലും ഒക്കെ ചന്ദനക്കുറി ഇടുന്നത് അമ്പാടിക്കുട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇതെന്താണ് സംഭവം എന്ന് മാത്രം എൻ്റെ അമ്പാടിക്കുട്ടന് പിടിയിട്ടില്ല. അവസാനം അമ്പാടിക്കുട്ടൻ്റെ ഊഴം വന്നു. അമ്പാടിക്കുട്ടനും കയ്യിലും നെഞ്ചിലും നെറ്റിയിലും ഒക്കെ ചന്ദനക്കുറി തേച്ചു കൊടുത്തു കേട്ടോ. അമ്പാടിക്കുട്ടൻ കിടന്ന് ബഹളം വയ്ക്കും പിണങ്ങും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ബഹളമോ പിണക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. മിണ്ടാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ലേറ്റായിട്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയത് കേട്ടോ. ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ പോയത് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദച്ചുമേനെ കൊണ്ട് അപ്പുറത്തെ സൈഡിൽ താലപ്പൊലിയുടെ മേക്കപ്പ് ചെയ്യാൻ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിലായിരുന്നു അമ്പാടിക്കുട്ടൻ്റെ ഈ ഒരു കലാപരിപാടികളൊക്കെ കേട്ടോ. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അമ്പാടിക്കുട്ടനെ കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൊത്തം ദച്ചൂസിനെ കുറിച്ചാണ് ചിന്തിച്ചത്. അവളുടെ അടുത്ത് പോയിട്ട് നിൽക്കാനും പറ്റുന്നില്ല, ഇവിടെയും നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ അമ്മയുടെ കയ്യിൽ തന്നെ അമ്പാടിക്കുട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ ദച്ചൂസിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. അപ്പം നമ്മുടെ താലപ്പൊലി പിള്ളേരുടെ മേക്കപ്പിന് നിൽക്കുന്നതൊക്കെ ക്യൂ ആയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ക്യൂവിൽ ദച്ചൂസിനെ നിർത്തിയതിന് ശേഷമായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 2 വർഷം മുന്നേയുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ദച്ചൂസിനെ താലപ്പൊലിക്കൊക്കെ നിർത്തണം എന്നുള്ളത്. തിരിച്ചെത്തിയപ്പോഴത്തേക്കും ദച്ചൂസിന് അവിടെ മേക്കപ്പ് സ്റ്റാർട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരിക്ക് ഇങ്ങനെയൊക്കെ മേക്കപ്പ് ചെയ്ത് റെഡിയായി സ്റ്റൈലായിട്ടൊക്കെ നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഒരു സൈഡിൽ ഓരോ സെക്ഷനിലായിട്ടാണ് അടുത്ത ആളുടെ അടുത്തേക്ക് പോവുക. ബാക്കി പരിപാടി ഈ ഒരു ചേട്ടൻ കുഞ്ഞിലോട്ടെ അറിയുന്ന ചേട്ടനാണ് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിനക്കും മേക്കപ്പ് ചെയ്യാനൊക്കെ അറിയാമല്ലോ, അപ്പോൾ നീ തന്നെ അങ്ങ് ചെയ്തു കൊടുത്താൽ. ഞാൻ പറഞ്ഞു എല്ലാവർക്കും നിങ്ങളല്ലേ ചെയ്തു കൊടുക്കുന്ന, പിള്ളേർക്ക് എല്ലാവർക്കും നിങ്ങളല്ലേ ചെയ്തു കൊടുക്കുന്നത്, അപ്പോൾ നിങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതാവുമ്പോൾ എല്ലാ പിള്ളേരും ഒരുപോലെ ഇരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ എത്തിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാരണം അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദച്ചൂസിന്റെ താലപ്പൊലിക്കുള്ള തട്ടോ അമ്പാടിക്കുട്ടനെയൊക്കെ എടുക്കുന്നത് നമ്മുടെ അമ്പലത്തിന്റെ അടുത്ത് എത്താറായപ്പോഴത്തേനും ഒരു 7-7:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേനും അവിടെ കമ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പകുതി എത്തിയപ്പോഴത്തേനും അമ്പാടിക്കുട്ടൻ്റെ അപ്പൂപ്പനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. പിന്നെ അമ്പാടിക്കുട്ടൻ അപ്പൂപ്പൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പൂപ്പനെ കണ്ടാൽ പിന്നെ വേറെ ആരും. അങ്ങനെ അപ്പൂപ്പൻ അമ്പാടിക്കുട്ടനെ എടുത്ത സമയത്ത് ഞാൻ വീണ്ടും മൊബൈലൊക്കെ എടുത്ത് ചെറുതായിട്ട് വീണ്ടും ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിനകത്ത് കയറി. അമ്പലത്തിനകത്ത് എത്തിയപ്പോഴത്തേനും അങ്ങനെ അമ്പാടിക്കുട്ടൻ്റെ അടുത്ത് അച്ഛൻ്റെ കയ്യിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഒത്തിരി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ താലപ്പൊലിക്ക്. നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഓരോ വർഷവും ഇങ്ങനെ മക്കളൊക്കെ ഇങ്ങനെ കൂടി വരും കേട്ടോ താലപ്പൊലിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ജംഗ്ഷനിലെത്തുമ്പോൾ നമ്മുടെ കള്ളിക്കാട്ട് അമ്മ വന്നിട്ട് നമ്മുടെ എല്ലാ മക്കളെയും ആനയിച്ച് അങ്ങനെ അമ്പലത്തിലോട്ട് കയറി. അങ്ങനെയാണ് കളങ്കാവലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ അതൊക്കെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഈ ഒരു കളങ്കാവലൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കുത്തിയോട്ടം ഉരുൾ നേർച്ചയൊക്കെ നടക്കുന്നതേ. ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും. എൻ്റെ അമ്പാടിക്കുട്ടനാണെങ്കിൽ ചെണ്ടമേളം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെണ്ടമേളം എവിടെയുണ്ടോ അവിടെ ഇങ്ങനെ കാതോർത്തിരിക്കും. കൂടാണ്ട് ഈ ചെണ്ടമേളം നടക്കുന്ന സമയത്ത് അമ്പാടിക്കുട്ടൻ്റെ ഡാൻസും ഘോഷയാത്ര ആരംഭിക്കുന്നതിന് മുന്നേ ചെണ്ടമേളക്കാർ വന്നപ്പോൾ അവരുടെ കമ്പെടുത്തിട്ട് അവൻ ചെണ്ട കൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ അടുത്തും അപ്പൂപ്പൻ്റെ അടുത്തും ഒക്കെ ഇങ്ങനെ മാറി മാറി ഇരുന്ന് ചെണ്ട കൊട്ടലും നമ്മുടെ കളങ്കാവിലും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ദച്ചൂസും അമ്പാടിക്കുട്ടനും ഒക്കെ. കളങ്കാവലിനിടയ്ക്ക് അമ്മ വന്നിട്ട് എല്ലാ കുഞ്ഞുമക്കളെയും മടിയിൽ ഇങ്ങനെ ഇരുത്തുന്നുണ്ടായിരുന്നു. ദച്ചൂസും ഇങ്ങനെ നോക്കിയിരിപ്പുണ്ടായിരുന്നു എന്നെ ഇരുത്തുമെന്ന്. അങ്ങനെ ദച്ചൂസിൻ്റെ ഉഴവ് എത്തി. ദച്ചൂസിനെയും പിടിച്ച് നമ്മുടെ കള്ളിക്കാട്ടമ്മ അമ്മയുടെ മടിയിൽ. അമ്പാടിക്കുട്ടന് പറ്റിയില്ല. അച്ഛൻ്റെ കയ്യിൽ നിന്ന് നേരെ താഴെ ഇറങ്ങി. പിന്നെ ചാട്ടോ ഓട്ടോ ഡാൻസ് കളിയും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കളങ്കാവലൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്പാടിക്കുട്ടനെ ഉരുൾ നേർച്ചയ്ക്കായിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അമ്പാടിക്കുട്ടനെ ഒരുക്കിയ മാമൻ തന്നെ ആയിരുന്നു കേട്ടോ അവനെ ഉരുൾ നേർച്ചയ്ക്കായിട്ട് എടുത്തത്. അപ്പം
അനന്തചേട്ടനും അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടെ എടുക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴത്തേനും വേറൊരു ചേട്ടനും കൂടെ വന്നിട്ട് അമ്പാടിക്കുട്ടനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ അമ്പാടിക്കുട്ടനെ ഉരുൾ നേർച്ചയ്ക്കായിട്ട് കൊണ്ടുപോയി. ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്നൊന്നും അമ്പാടിക്കുട്ടന് മനസ്സിലായില്ല. അന്തം വിട്ടിങ്ങനെ നോക്കുമായിരുന്നു. അമ്പാടിക്കുട്ടനെ കിടത്തുന്നതൊക്കെ അമ്പാടിക്കുട്ടൻ എന്തിനാണെന്നറിയാതെ ഇങ്ങനെ വായും പൊളിച്ചിരിക്കുമായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ആശാന ദേഷ്യവും സങ്കടവും പോയി ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്